നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ ഇന്ത്യ പല നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത തുറന്നു നൽകില്ലെന്ന് പാകിസ്ഥാനും തീരുമാനിച്ചു. ഇതേ നിലപാട് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടത്. ഇപ്പോഴിതാ ഒരു വർഷത്തേക്ക് പാകിസ്ഥാൻ വ്യോമപാത തുറന്നു നൽകിയില്ലെങ്കിൽ ഇന്ത്യൻ വിമാന കമ്പനിയായ എയർ ഇന്ത്യക്ക് $600 മില്യൺ, അതായത് 5081 കോടി രൂപയുടെ അധിക ചിലവ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത വർഷത്തോടെ കമ്പനി അധിക ചിലവ് വഹിക്കേണ്ടി വരുമെന്നും അതിൽ വിമാനങ്ങളുടെ ഇന്ധന ചെലവും ഉൾപ്പെടുമെന്നും റിപ്പോർട്ടുണ്ട്. നിലവിൽ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ടുകളിൽ മാറ്റം വരുത്തുന്നതോടെ യാത്രക്കെടുക്കുന്ന സമയം വർദ്ധിക്കുമെന്നും അത് യാത്രക്കാരെ ബാധിക്കുമെന്നും വിമാന കമ്പനി മുന്നറിയിപ്പ് നൽകി. വിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓരോ വർഷവും എയർ ഇന്ത്യക്ക് $591 മില്യൺ നഷ്ടം വരുമെന്നാണ് വിവരം. മെയ് 23 വരെ ഈ നിരോധനം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ വിലക്ക് അന്താരാഷ്ട്ര വിമാന കമ്പനികളെ ബാധിക്കില്ല. നഷ്ടവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ കേന്ദ്ര സർക്കാരിനോട് ആനുപാതികമായ സബ്സിഡികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാർത്താ ഏജൻസികൾ അറിയിച്ചു. അതേസമയം എയർ ഇന്ത്യയെ മാത്രമല്ല വിമാന കമ്പനിയായ ഇൻഡിഗോയെയും അതിന്റെ സർവീസിനെയും വിലക്ക് ബാധിക്കുമെന്നാണ് സൂചന. ഡൽഹിയിൽ നിന്ന് അസർബൈജാനിലെ ബാക്കുവിലേക്ക് പുറപ്പെട്ട വിമാനം 5 മണിക്കൂർ 43 മിനിറ്റ് എടുത്താണ് യാത്ര പൂർത്തിയാക്കിയത്. സാധാരണ സർവീസ് നടത്തുന്നതിനേക്കാൾ 38 മിനിറ്റ് അധികമായി എടുത്തെന്നാണ് വിവരം.